ഇന്ന് എന്തെല്ലാം ഞാൻ അകത്താക്കിയെന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോണത്. രാവിലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഡ്ഡലിയും സാമ്പാറായിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന നല്ല പൂ പോലുള്ള ഇഡ്ഡലി കേട്ടോ. ഹാവൽസ് മിക്സർ ഗ്രൈൻഡറിൻ്റെ പരസ്യമല്ല. എനിക്ക് ഇഡ്ഡലി കാണുമ്പോൾ അപ്പം അതാ ഓർമ്മ വരിക. അങ്ങനെ സാമ്പാർ കൂട്ടി നല്ല സുഭിക്ഷമായി കഴിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയാവുന്നതിന് കുറച്ച് മുന്നേ ഒരു ഉണ്ണിയപ്പം കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയായി. നല്ല നാടൻ പയറുപ്പേരി, മത്തി വറുത്തത്, പിന്നെ യാമിക്ക് അമ്മ വറുത്ത് വെച്ച ചെമ്മീനിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റിയ ചെമ്മീൻ, നല്ല ഉണക്ക മാങ്ങ അച്ചാർ കേട്ടോ. ഈ അച്ചാർ അപാര ടേസ്റ്റാട്ടോ. മാങ്ങ ഉണക്കി ഉണ്ടാക്കിയതാണ്. പിന്നെ കറി മീൻ കറി, വെത്തൽ കറിയായിരുന്നു കേട്ടോ. വെത്തൽ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കറി മാത്രം എടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ. ചോറ് തിന്നാൻ പൊതുവേ മടിയാണ്. പിന്നെ നമ്മളെ മന്തിയും ബിരിയാണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത്തിരി ഏറെ കഴിക്കുമല്ലോ. പിന്നെ ഈ അച്ചാർ കേട്ടോ അപാര ടേസ്റ്റാട്ടോ. മാങ്ങ ഉണക്കി അമ്മ ഉണ്ടാക്കിയതാണ്. കഴിയാനായി. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം നല്ല അടിപൊളി ഒരു ക്രീം ബണ്ണ് കഴിച്ചു. വൈകുന്നേരം ചായ അങ്ങനെ കുടിക്കാറില്ല, പക്ഷേ ചായൻ്റെ കൂടെയുള്ള കടി ഞാൻ മിസ്സ് ചെയ്യാറില്ല. അപ്പോൾ അത് കഴിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം രാത്രി ആവാൻ നേരത്ത് ഇതായി നല്ല മാങ്ങ, നാടൻ മാങ്ങ കേട്ടോ. ചെറിയ നല്ല മധുരമുള്ള അടിപൊളി മാങ്ങയാണ്. യാമീൻ്റെ ഇട്ടൻ്റെ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആൾ വന്ന് എത്തി നോക്കുക കേട്ടോ. അപ്പോൾ ആളൊരു സന്തോഷത്തിന് ആളെ കൂടെ എടുത്തതേ ഉള്ളൂ കേട്ടോ. രാത്രി പിന്നെ ചോറ് കഴിക്കണ്ടെന്ന് വിചാരിച്ചത്. ചോറ് ഞാൻ കഴിക്കാറില്ല കേട്ടോ പൊതുവേ രാത്രി. പിന്നെ അമ്മമാരിങ്ങനെ നമ്മളെ നിർബന്ധിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കഴിക്കാതിരിക്കും. അതും നല്ല വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ട ചോറുണ്ട് കറിയപ്പോൾ ആർക്കൊക്കെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മീൻ വറുത്ത വെളിച്ചെണ്ണയാണ്, അതാണ് ആ കളർ കേട്ടോ. ഉച്ചക്കത്തെ പോലെ തന്നെ നമ്മൾ മത്തി വറുത്തതുണ്ട്, ചെമ്മീനുണ്ട്. പിന്നെ എക്സ്ട്രാ ഉള്ളത് എന്താ വെച്ചാൽ നല്ല നെല്ലിക്ക ചമ്മന്തി ഉണ്ട് കേട്ടോ. അമ്മര ചമ്മന്തി നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ച ഭാഗത്ത് ചോറ് മാത്രമാണ് ഗൈസ് മിക്സ് ചെയ്യുന്നത്. ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ് അമ്മ കേട്ടോ. അങ്ങനെ അതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു. എന്നിട്ട് അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് വെള്ളം കുടിച്ച് അങ്ങോട്ട് ഉറങ്ങി.